സാമ്യമകന്നോരുദ്യാനമേ കൽപകോദ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോരുദ്യാനമേ കൽപകോദ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോരുദ്യാനമേ. മഞ്ജുതരയുടെ മഞ്ഞിൽ മുങ്ങും കുഞ്ചകുടീരങ്ങളിൽ മഞ്ജുതരയുടെ മഞ്ഞിൽ മുങ്ങും കുഞ്ചകുടീരങ്ങളിൽ ലാവണ്യവതികൾ ലാളിച്ചു വളർത്തും ദേവഹംസങ്ങളെ ലാവണ്യവതികൾ ലാളിച്ചു വളർത്തും ദേവഹംസങ്ങളെ നിങ്ങൾ ദൂതുപോയൊരു മനോരഥത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോരുദ്യാനമേ കൽപകോദ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോരുദ്യാനമേ. കച്ചമണികൾ നൃത്തം വയ്ക്കും വൃശ്ചികരാവുകളിൽ കച്ചമണികൾ നൃത്തം വയ്ക്കും വൃശ്ചികരാവുകളിൽ രാഗേന്ദുമുഖികൾ നാണത്തിലൊളിക്കും രോമഹർഷങ്ങളെ രാഗേന്ദുമുഖികൾ നാണത്തിലൊളിക്കും രോമഹർഷങ്ങളെ നിങ്ങൾ പൂവിടർത്തിയ സരോവരത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോരുദ്യാനമേ കൽപകോദ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോരുദ്യാനമേ. താങ്ക് യു. സാമ്യമകന്നോ ഓ എങ്ങനെ പാടി? കുഴപ്പമില്ലാണ്ട് പാടി. ബാക്ക് ടു ഭദ്രയുടെ ചെറിയ സ്വാന്തങ്ങളൊക്കെ എത്തി അല്ലേ? അതിന്റെ ഒരു സന്തോഷം അല്ലേ? ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ശരത് സാർ. മക്കളെ, ഓ സാർ. നല്ല എന്താ പറയണ്ട, ഒരു ഐശ്വര്യമുള്ള പാട്ടടാ, ഉഗ്രം കോമ്പസിഷൻ. അതിന് നിനക്ക് താങ്ക് യു സാർ. അപ്പൊ ഈ പണ്ടുള്ള കാലത്തെ സംഗീത സംവിധായകർ തങ്ങളിലുള്ള ഈ കൊടുക്കൽ വാങ്ങൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ മോൻ ഈ പാട്ട് സാമ്യമാകുന്ന ഒരു ഉദ്യാനമേ, അപ്പൊ ഇതേ ഏകദേശം ഈ രണ്ടും ഇങ്ങനെ കട്ടക്കി നിൽക്കുന്ന ഒരു കോമ്പസിഷൻ ദക്ഷാമൂർത്തി സ്വാമിയുടെ ഉണ്ട്. ഏതാണെന്നറിയാമോ? ഉത്തരാസ്വയംവരം കഥകളി കാണുവാൻ. അയ്യോ, രണ്ടും ഇങ്ങനെ ആരടാ വലിയവനെന്ന് പറഞ്ഞ് നിൽക്കുന്ന രണ്ട് കോമ്പസിഷൻ. കാര്യം അങ്ങനെ ആയിരുന്നു, അവർ ഹെൽത്തി ആയിരുന്നു കോമ്പറ്റീഷൻ.
കാര്യം ഒരു ഖരകരപ്രിയ വന്നിട്ടുണ്ട്, വേറൊരു സംഗീത സംവിധാനം അതിൻ്റെ അപ്പുറത്തെ ഒരു ഖരകരപ്രിയ ഇങ്ങോട്ട് തരും. നമ്മൾ തന്നെ ആശയക്കുഴപ്പത്തിലാണ്. ആ കാലഘട്ടത്തിലുള്ള എല്ലാവരും ഭാഗ്യം ചെയ്തു തരാറുണ്ട്. കാരണം നല്ല പാട്ടുകൾ കേൾക്കാം, നല്ല സോളിഡ് മെലഡീസ്, നല്ല എന്താ പറയണ്ടത്. അത് പിന്നെ യേശുദാസ് എന്ന നമ്മൾ ദാസേട്ടനെന്ന് വിളിക്കുന്ന ആ വടവൃക്ഷം പാടി വെച്ചേക്കുന്നു. ദൈവമേ, ഇതിലാ ആ കുരുകുരു സംഗതിയൊക്കെ ദാസേട്ടൻ്റെ തൊണ്ടേ വരുന്നത്. അതിൻ്റെ അപ്പുറത്തൊന്നും ഇല്ല നമുക്ക്. അതിമനോഹരം, അത്ര സ്വീറ്റാണ് അദ്ദേഹം പാടിയേക്കുന്നത്. ഈസ് പാടുന്നതില്ല, ഒരു സ്ട്രെയിനും തോന്നത്തില്ല. അപ്പം ദാസേട്ടന് കുറേ സന്തോഷം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു കോമ്പസിഷൻ മക്കളെ എടുത്തുകൊണ്ട് വന്ന് പാടിയതിൽ നന്നായിട്ട് പാടി മോനെ നീ. കേട്ടോ, നന്നായിട്ട് പാടി. അത് ആ പാട്ട് തരേണ്ട ഒരു വികാരം ഉറപ്പായിട്ട് നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ അത് ഞാനാണെങ്കിലും അനു ആണെങ്കിലും ഷാനെ, ഞങ്ങൾക്കൊക്കെ നീ പാടിയത് ഇഷ്ടമായി. പിന്നെ കുറച്ച് എന്താ പറയുക, ചെറിയ ചെറിയ അല്ലറ ചില്ലറ ഡൗട്ടുകൾ അനുവിനും ഷാനും എനിക്കൊക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. പക്ഷെ ആദ്യം നല്ലതങ്ങ് പറയാം, നന്നായിട്ട് പാടി മോനെ. ഈ രണ്ടാമത്തെ ലൈൻ ഒന്ന് പാടാമോ? സാമ്യമകന്നോരുദ്യാനമേ കൽപകോദ്യാനമേ. അത് കുറച്ചും കൂടെ ക്ലാരിറ്റി ആവും. ആദ്യത്തെ പാട്. കൽപകോദ്യാനമേ നിന്റെ മേ നിന്റെ മക്കൾ അത് കുറച്ച് ജൂൺ ആവുന്നുണ്ട്. അതൊന്നും നോക്കാം, മേ മതി കേട്ടോ. ഞാൻ എണീച്ച് പോവാ. അല്ല, ഇനി നീ കമന്റ് പറ. ഒന്നും പറയാൻ വയ്യാങ്കിൽ ഞാൻ വരാം സാറേ. അല്ല, ഷാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ കുറച്ച് ജോക്ക് പഠിപ്പിച്ചു തരുമെന്ന്. അതിനെ ഷാൻ എണീറ്റത്. മക്കളെ, അത് പ്രധാനമായിട്ട് അത് ശ്രദ്ധിച്ചോണം കേട്ടോ. അത് കാരണം നമ്മൾ അതിനൊരു സുഖമുണ്ട്. നമ്മളിപ്പോൾ ആ ബൃഹ പാടണമെന്നല്ല, ആ ആദ്യത്തിലും ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, അത് പ്രധാനം. അങ്ങനെയുള്ള ഐറ്റങ്ങൾ വിട്ടു പോകരുത് കേട്ടോ. ആ ലൈൻ എന്ത് സുഖമാണ് കേൾക്കാൻ, അത് എന്തൊരു ഐശ്വര്യമാണ്. അല്ല, അതിനകത്ത് ഇപ്പോൾ അതിലൊരു ബൃഹ പാടി എന്നുള്ളതല്ല, അത് ഇതല്ലാതെ തന്നെ കേൾക്കാൻ എന്തൊരു ബ്യൂട്ടിയാണ്. ഇനി നമുക്ക് ആ ബൃഹായും കൂടെ ഒന്ന് പാടുമോ ആ ലൈനിലുള്ള? കൽപകോദ്യാനമേ പാടി പാടി ശരിയാവും. ഓവർ പ്രാക്ടീസ് ചെയ്തോ നീ? ഇല്ല. അത് കുറച്ചും കൂടെ അതിനൊരു സുഖം വരാം മക്കളെ. ഇതിപ്പോ നീ പാടുന്നതിനകത്ത് ഒരു ഐറ്റം ഉണ്ട്. അത് അത് അങ്ങനെ പിടി മേ നിന്റെ നിന്റെ അടുത്തത് എനിക്കൊക്കെയാണ്. കഥകളി അങ്ങനെ പാടുക. കഥകളിയാടാ. കഥകളി മുദ്രയാം. കഥകളി മുദ്രയാം. അതാണ് കഥകളി മുദ്ര. ഒറ്റ അടി വെച്ചാൽ കഥകളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐറ്റമാ. അപ്പൊ അത് നീ റോങ് ആയിട്ട് പറയരുത്. കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി. അസാധ്യം. എന്ത് പാട്ടാ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ ചരണത്തിന്റെ സെക്കൻഡ് ഹാഫില് മോൻ നന്നായിട്ട് തന്നെ പാടി. അത് നമുക്ക് കുറച്ചും കൂടെ അതൊന്ന് പാടാമോ? രാഗേന്ദുമുഖികൾ നാണത്തിലോ. സൂപ്പർ ഫാന്റാസ്റ്റിക്. അതുപോലെ തന്നെ ആ ലാസ്റ്റ് ലൈൻ എന്തൊരു ചന്തവടാ, ഒരു കോമ്പസിഷൻ. മക്കൾ അതും കൂടെ ഒന്ന് പാടി കേക്കട്ടടാ. നിങ്ങൾ പൂവിടർത്തിയ സരോവരത്തിലെ ദേവിയുണ്ടോ ദേവി. സൂപ്പർ. അതാ ഓരോ ഓസിലേഷൻ എന്ത് അർത്ഥമാണ്, അത് സമ്മതിക്കാതിരിക്കാൻ വയ്യ. എന്ന് പറയും ദേ, എങ്ങോട്ട് വേണാലും ആട്ടിക്കൂടെ ഇല്ലേ? അതല്ലല്ലോ ശരിയാക്കുന്നത്. അതിലെന്താ വേണ്ടത്? അതാണ്. I am talking about the oscillation. നമ്മളിട്ട് വരയ്ക്കാൻ വേണ്ടി ദാസേട്ടനെ കുറച്ച് വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞ് രീ ഒക്കെ ഓസിലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പാടിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ദാസേട്ടൻ അത് പുഷ്പം പോലെ പാടും. അത് വേറെ കാര്യം, അത് വേറൊരു ആളാണ്. ഒന്നും പറയാതിരിക്കാൻ വയ്യ. മക്കളെ, എന്തൊക്കെയായാലും നല്ലൊരു അനുഭവമായിരുന്നടാ നീ പാടിയത്. ബ്യൂട്ടിഫുൾ ആയിരുന്നു. പല ഏരിയകളും കുറേ രസിച്ചു. ബാക്കി ഇനിയുള്ള മറ്റേ ഇതുണ്ടോ ഷാൻ മസ്തി? ഏതാ? അടി. അത് നീ വേറൊരു ലെവലായിരിക്കണം. അതുപോലെ എങ്കേയും എപ്പോഴും പാടിയ അവിടെ വന്നില്ല അട്ടിക്ക് ഞാൻ. ലവ് യു ചക്കര. താങ്ക് യു ശരത് സാർ. ചേച്ചി ബദ്രി. ഓ മാം.
ബ്രില്യൻ പെർഫോമൻസ് ആണ് താങ്ക് യു മാം. എന്തൊരു മിടുമിടുക്കനാണ് കേട്ടോ. വോയിസിന്റെ ആ ഒരു ആ സംഗതി പാടുന്ന രീതിയല്ലേ, അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാം. ദാസേട്ടന്റെ വോയിസ് ഗാനഗന്ധർവനല്ലേ, അപ്പോ അത് നമുക്ക് അങ്ങനെ കമ്പാരിസൺ ചെയ്യാൻ Comparison ബുദ്ധിമുട്ടാണ്. അല്ല മക്കളെ, അത് നമ്മൾ കമ്പാരിസൺ പറയുന്നില്ല. ചെയ്യാം, അത് ചെയ്യുന്നില്ല. പക്ഷെ മോന്റെ ഈ പ്രായം നോക്കുമ്പോ ഇത് വളരെ എലിഗന്റ് ആയിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. വളരെ ഗ്രേസ്ഫുൾ ആയിരുന്നു പല സംഗതികള്, എസ്പെഷ്യലി അത് ഇത് പാടിയല്ലേ ചരണത്തില്. രാഗേന്ദു മുഖികൾ നാണത്തിൽ ഒളിക്കും. അതെ, നാണത്തിൽ. അയ്യോ എന്തൊരു മൈക്കോട് ആ സംഗതി $1 million സംഗതിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ തന്നെ ഈ അനുപല്ലവിയില് ആ സെയിം വരുന്ന സംഗതി ഉണ്ടല്ലോ, അതും അടിപൊളി. പക്ഷെ അനുപല്ലവിന്റെ എൻഡ് ലൈൻ അത് ചരണത്തിന് പോലെ കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നി. അത് ലാസ്റ്റ് ലൈൻ ഒന്ന് പാടി വരാം. ലാവണ്യവതികൾ ലാളിച്ചു വളർത്തും ഭലെ. ദേവഹംസങ്ങളെ. അതൊന്നുകൂടെ പാടലേ ചക്ക. ദേവഹംസങ്ങളെ നിങ്ങൾ ദൂതു പോയൊരു മനോരഥത്തിലൻ ദേവിയുണ്ടോ ദേവി. അത് മാത്രം എനിക്ക് തോന്നി എന്തോ കുറച്ചൊന്ന്. പിന്നെ ആദ്യത്തെ ആ സംഗതി അപ്പൊ പാടി വെച്ചു, കൽപ്പൊക്കെ. അതെ, അവിടെ ആ എന്റെ സംഗതി ഒന്ന് ക്ലാരിറ്റി ഇല്ലാതെയിരുന്നു, പക്ഷെ ഇപ്പൊ കിട്ടി. എന്നാലും ഈ പാട്ട് ഒരു രക്ഷയില്ല, ബ്രില്യൻ ചോയ്സ് ആണ്. നെക്സ്റ്റ് സോങ് നമ്മൾ നോക്കും കേട്ടോ. ആ ഡാൻസ് മസ്തി എങ്കേയും എപ്പോതും അത് വേറെ ഒരു ജോണറാണ്. അപ്പോൾ അത് മനസ്സിലാക്കി അങ്ങനെ തന്നെ ഇതുപോലെ തന്നെ അടിച്ചു പൊളിക്കണം ആ പാട്ട്. ഓൾ ദി ബെസ്റ്റ് ബദ്രി, യു സോ മച്ച് ഇംപ്രൂവ്മെന്റ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ചേച്ചി. ഷാനിക, എന്താ പറയുക, ഒരു സിമ്പിൾ പാട്ട് അല്ലേ? വളരെ ചെറിയൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ട്. പാർവതി അവിടെ സ്റ്റേജിൽ കയറി ഉടനെ എന്താ പറഞ്ഞത് ബദ്രിയോട്? എന്താ ബാക്ക് ടു അല്ല, അവൻ തിരിച്ചവന്റെ ഇതിലേക്ക് വന്നു എന്ന് പറഞ്ഞതാ. അതിന്റെ ഒരു ഹാപ്പിനെസ് അവനുണ്ട്. കൊറേ ആയി ബദ്രി സംഗതികളൊക്കെ ഇട്ടു. അതെ. പക്ഷെ ബദ്രി നമ്മളെ ഇംപ്രഷൻ വരുത്താൻ പാടില്ല കേട്ടോ. നമ്മളിങ്ങനെ ഡിഫറെന്റ് പരിപാടി, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു മധുരക്കിനാവിൻ, പ്രാവശ്യം ഈ ഒരു പാട്ട്, അടുത്ത പ്രാവശ്യം എങ്കേയും എപ്പോതും. അപ്പൊ ആ ഒരു ഡിവിഷൻസ് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇതേ അവള് പറഞ്ഞ പോലെ ആക്ട് ബദ്രി. ഇത്ര നാളെ നിങ്ങളാ പറഞ്ഞ, ചോദിച്ചതേ ഉള്ളൂ. അതെ, അവൾക്ക് വിവരം കൂടി വരുന്നുണ്ട് ബദ്രി. എനിക്ക് വിവരം കൂടിയാൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യും? അവൾ കെയർഫുൾ ആയിരിക്കണം നമ്മള് അവളെ. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ അവൾ ഇവിടെ കയറിയിരിക്കും ജഡ്ജ് ചെയ്യാൻ. നെക്സ്റ്റ് സീസൺ എന്നാലും ഒന്ന് കെയർഫുൾ ആയിരിക്കും. അതെ, നെക്സ്റ്റ് സീസൺ എന്തായാലും ഒന്ന് കെയർഫുൾ ആണ്. എനിക്ക് ഇവിടെ ഒരു 4 കസേരയും ഇടയിൽ അവൾ ഇരിക്കുന്നുണ്ട്. പറയുന്നൊക്കെ അവളായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത് നമ്മളെ. അതെ, അതിപ്പോഴും ഞാൻ തന്നെയാ. നല്ല ഈ പറഞ്ഞ പോലെ ഒരു ഐശ്വര്യമുള്ള ഒരു പാട്ട്, ഭയങ്കര രസം. ബദ്രി കേട്ടറിയാ, ബദ്രി ഉഗ്രനായിട്ട് പാടുകയാണ്. ഇവരെല്ലാവരും പറഞ്ഞു. എനിക്ക് ആകെ ഡൗട്ട് ഉണ്ടായിരുന്നു കമലദളത്തിലെ അതിന്റെ പ്ലാനിന്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, കറക്റ്റാണ് അത് നന്നായിട്ട് പാടി. ബ്യൂട്ടിഫുൾ കേട്ടോ, ബ്യൂട്ടിഫുൾ. അപ്പൊ അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ വെർസറ്റാലിറ്റി, അതാണ് വെർസറ്റൈൽ ആണെന്ന് തെളിയിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പാടി കേട്ടോ. താങ്ക് യു ഷാനിക. കൊച്ചു കള്ള നല്ല കമന്റ്സ്. ഇനി മാർക്ക് ചോദിക്കാം. ഞാൻ ഇട്ടു. ഓക്കെ, നല്ല മാർക്കായിരിക്കും ഉറപ്പാ. ഓക്കെ ശരത് സർ. ബദ്രി ചക്കരെ, നിനക്ക് ഞാൻ 9.5 മാർക്ക് തരും. താങ്ക് യു സർ. ആക്കിയതാണോ ഇപ്പൊ 5.5 ആക്കും ഞാൻ. ആണോ? അല്ല, ഞാൻ സത്യമായിട്ടും പറഞ്ഞ സാർ. ഉള്ളീന്ന് വന്നതാ. ഉള്ളിൽ നിന്ന്. എന്നാ ഇത്രയും വർത്തമാനം പറഞ്ഞുകൊണ്ട് സാമ്യമാകുന്ന ഒരു ഉദ്യാനമേ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കൽപ്പകോദ്യാനമേ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പാറു, പാറുവിന്റെ അടുത്താ. ദിസ് ഫോർ യു. സാമ്യമാകുന്ന ഒരു ഉദ്യാനമേ കൽപ്പകോദ്യാനം. ഒന്ന്. അപ്പൊ അകന്നെന്ന് പറഞ്ഞാൽ 2. ഉദ്യാനം പൂന്തോട്ടം. അയ്യോ, കറക്റ്റ്. പക്ഷെ അതെന്താണ് മൊത്തത്തില്? അതായത് കൊറേ നല്ല പൂക്കളൊക്കെ ഉള്ള പൂന്തോട്ടം എന്നായിരിക്കും. അപ്പൊ ഈ അകന്നു പോയത് എന്താണ്? തെങ്ങ്. അകന്നു പോയോ?
ഞാൻ പറഞ്ഞില്ല പിച്ചും പേയും പറയാ അവൾ അവിടെ ഉണ്ട്. എന്തോ പറ്റിയിട്ടുണ്ട്. എന്തോ അതെന്താന്നറിയില്ല. ആ പൂന്തോട്ടത്തിലേക്ക് എത്തുന്ന എങ്ങനെയാ? ആ ഈ വഴി ഇപ്പുറത്ത് കണ്ടം വഴി. കണ്ടം വഴി രണ്ടാമത്തെ വളവ് തിരിഞ്ഞു. ആ അതാ ഞാൻ പറഞ്ഞേ, സാമ്യം അകന്നൊരു. അകന്നെന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ സാമ്യമല്ലാത്ത അല്ലേ? ഒരു സാമ്യവും ഇല്ലാത്ത, ഓ സാമ്യം പറയാൻ പറ്റാത്ത ഉദ്യാനമേ, കൽപ്പകോദ്യാനമേ. എന്താണ്? കൽപ്പന തെങ്ങ്. ആ മറ്റേ ഉദ്യാനം എന്ന് പറഞ്ഞാൽ തേങ്ങ. എന്തെങ്കിലും പറഞ്ഞു. കൽപ്പക ഉദ്യാനമാടാ. അപ്പൊ ഇത് തെങ്ങുകൾ കൂടെ ഉള്ള ഉദ്യാനം എന്ന് പറഞ്ഞാൽ കേരളം. അതെ, വെരി സിമ്പിൾ. കാര്യം അങ്ങനെ എഴുതിയേക്കുന്ന അത് എന്ത് ബ്യൂട്ടിഫുൾ ലിറിക്സ് ആണ്. വയലാർ സാറിന്റെ ഒരു നിവർത്തിയില്ല. ഓ നിനക്ക് എത്രയായിരുന്നു മാർക്ക്? 9 അല്ലേ? മാർക്ക് അവളുടെ കിളി പോയി. സത്യം ഷാനിക്ക. എന്താ മാർക്ക്? ബദ്രി ഓ സാർ 9.5. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. So total 19 marks. Highest അല്ലേ? Highest. Highest. വെരി ഗുഡ്, വെരി ഗുഡ്. All the best. Keep it up, Badri. താങ്ക് യു മാം.